അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ദുൽഹജ്ജിലെ പുണ്യകരമായ ദിനരാത്രങ്ങളിൽ നമ്മിലൂടെ കടന്നു പോകുന്നു. അള്ളാഹു നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ, ആമീൻ. നമ്മുടെ ഹാജിമാർ പലരും ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാൻ കാത്തു നിൽക്കുന്നവർ, അള്ളാഹു അവർക്കൊക്കെ നല്ല രൂപത്തിൽ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ച് റാഹത്തായി നാട്ടിലേക്ക് തിരിച്ചെത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ദുൽഹജ്ജിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ഈ വെള്ളിയാഴ്ചക്ക് എന്താണ് പ്രത്യേകത? ആദ്യത്തെ 10 ദിവസങ്ങളിൽ പെടുന്ന വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇതിന് വല്ലാത്ത ഒരു പ്രത്യേകതയുണ്ട്. മഹാനായിരിക്കുന്ന ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ തൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഈ വിഷയം വിശദീകരിക്കുന്നത് കാണാം. യൗമുൽ ജുമുഅത്തി ഫി അശ്രി ദിൽ ഹിജ്ജ അഫ്ളലു മിനൽ ജുമുഅത്തി ഫി ഗൈരിഹി ലിഇജ്തിമാഇൽ ഫളിലൈനി ഫീഹി. ഈ ദിവസത്തിൽ ആദ്യത്തെ 10 വരുന്ന ജുമുഅ ദിവസം മറ്റു ജുമുഅ ദിനങ്ങളെക്കാൾ കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാണ്. കാരണം 2 ഫളിലുണ്ട്. ഒന്ന് വെള്ളിയാഴ്ചയാണ് എന്ന ഫളില്, മറ്റൊന്ന് ദുൽഹജ്ജിലെ ആദ്യ 10 പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച പുണ്യകരമാണ്. സാധാരണ വെള്ളിയാഴ്ച പോലെയല്ല. വെള്ളിയാഴ്ചകൾ നമുക്കറിയാം, ചെയ്യേണ്ട സുന്നത്തുകൾ, അൽക്കഹഫ് ഓതണം, സ്വലാത്തുകൾ പരമാവധി അധികരിപ്പിക്കണം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുക. അതോടൊപ്പം ഈ ദിനങ്ങളിൽ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട തക്ബീർ, തഹ്ലീൽ, തഹ്മീദ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതൊക്കെ അധികരിപ്പിച്ചുകൊണ്ട് വെള്ളിയാഴ്ച രാവും പകലും സ്വലാത്തുകൾ ഒരുപാട് അധികരിപ്പിച്ചുകൊണ്ട് ധന്യമാക്കി നമുക്ക് എല്ലാവർക്കും ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിക്കാൻ ഭാഗ്യമുണ്ടാകാൻ വേണ്ടി പടച്ച റബ്ബിന് മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തെ നാം യാത്രയയക്കേണ്ടത്. ഓർക്കുക, വെള്ളിയാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്ന് പറയുന്നത് സുന്നത്തായ കർമ്മം സ്വലാത്ത് ചൊല്ലൽ തന്നെയാണ്. അതിനെ കവർ ചെയ്യുന്ന മറ്റൊന്നുമില്ല. ഈ ദിനങ്ങളിൽ പറയപ്പെട്ട കർമ്മങ്ങളോടൊപ്പം സ്വലാത്തുകൾ അധികരിപ്പിക്കുക. അതാണ് മഹ്ശറയിൽ നമ്മെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, ആമീൻ. അസ്സലാമു അലൈക്കും.